വരാം. അതോടൊപ്പം തന്നെ ഷിരൂരിൽ ഈ ലോറിയുടെ സ്പോട്ട് എവിടെ എന്ന് സംബന്ധിച്ചത് കൂടുതൽ വ്യക്തത കൈവന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ TG സജിത്ത് പങ്കുവയ്ക്കുകയും ചെയ്യും. സജിത്ത്, സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നു, അതോടൊപ്പമാണല്ലോ മത്സ്യത്തൊഴിലാളികളെയും അവിടെ എത്തിക്കുന്നത്. കൃത്യമായ സ്പോട്ട്, അതായത് 4ാമത്തെ സ്പോട്ടിൽ 132 മീറ്റർ അകലെ ഈ കരഭാഗത്ത് നിന്ന് അങ്ങനെ കൃത്യമായി സ്പോട്ട് ചെയ്യുന്നു. അതിൽ അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക ആയിരിക്കുമല്ലോ ഈ മുങ്ങൽ വിദഗ്ധരും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും നടത്താൻ പോകുന്നത്. അതെ അഭിലാഷ്, ഇപ്പോൾ കടന്നു പോകുന്ന ഈ മിനിറ്റുകൾ, ഈ മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ചില പ്രധാനപ്പെട്ട അപ്ഡേഷനുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമാണ്. എന്തുകൊണ്ട് നമുക്ക് ഈ പ്രതീക്ഷ വെക്കണം എന്ന ചോദ്യത്തിനാണ് ഒരുപക്ഷെ ഈ ഗ്രാഫ് ഉത്തരം നൽകുക. അതായത് ഇതുവരെ നമുക്ക് ലഭ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുഴയിൽ താണുകിടക്കുന്ന വസ്തുക്കളുടെ ഒരു മോണിറ്ററിംഗ്, കൃത്യമായ മാപ്പിംഗ് പൂർത്തിയായിട്ടുണ്ട്. ആ മാപ്പിംഗ് പൂർത്തിയായി ഇതുവരെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന പരിശോധനയ്ക്കൊടുവിൽ ഈ ദൗത്യ സംഘം ആ മാപ്പിങ്ങിനെ ഇങ്ങനെ ഒരു ഗ്രാഫിലേക്ക് ക്രോഡീകരിച്ചിരിക്കുന്നു. ഇതിൻ പ്രകാരം കരപ്രദേശത്ത് നിന്നും പുഴയുടെ 4 മേഖലകളിലായി കണ്ടെത്തിയിരിക്കുന്ന വസ്തുക്കളെ അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ CP1 എന്ന് മാർക്ക് ചെയ്യുന്നത് പുഴയുടെ അടിയിൽ കണ്ടെത്തിയിരിക്കുന്ന കാണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വസ്തുവാണ്. ഇവിടെ നിന്നും ഒരു സിഗ്നൽ ലഭ്യമാവുന്നു. മറ്റൊന്ന് CP2, അതായത് 65 മീറ്റർ അകലെയായുള്ള CP2യിലും സ്വാഭാവികമായും ഏതോ മെറ്റൽ പോലെ തോന്നിക്കുന്ന ഏതോ വസ്തു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് 132 മീറ്റർ അകലെയുള്ള CP4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം. മറ്റൊന്ന് 110 മീറ്റർ അകലെയുള്ള CP3. ഇതിൽ ഈ CP4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന 132 മീറ്റർ അകലെയുള്ള ഈ പോയിന്റാണ് ഇനിയുള്ള അന്വേഷണത്തിൽ നിർണായകമാവുന്നത്. അതായത് മത്സ്യത്തൊഴിലാളികളും നാവികസേന അംഗങ്ങളും അവരുടെ കോൺസെൻട്രേഷൻ പൂർണ്ണമായും ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നടക്കുന്ന തിരച്ചിലിൻ്റെ ചിത്രം. നമുക്കറിയാം, തിരച്ചിലിൻ്റെ ഇപ്പോഴത്തെ അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളൊന്നും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നില്ല. കാരണം അവിടേക്ക് പ്രവേശനം ഇപ്പോൾ അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്ന പരിശോധന ഈ പോയിന്റ് കേന്ദ്രീകരിച്ചു തന്നെയാണ്. അതായത് ഈ മൺകൂനയ്ക്ക് സമീപമായുള്ള ഈ പോയിന്റിലാണ് CP4 എന്ന് കരുതുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടെയാണ് 3 മീറ്റർ ആഴത്തിലായി ലോറി ഉണ്ട് എന്ന് കരുതപ്പെടുന്നത്. നേരത്തെ ഈ ദൗത്യസംഘാംഗമായ ഇന്ദ്രബാലൻ നമ്പ്യാർ അദ്ദേഹമൊക്കെ വ്യക്തമാക്കിയതുപോലെ വളരെ ശക്തമായ സിഗ്നൽ ലഭ്യമായ ഇടമാണ്. അതായത് ഭാരത് ബെൻസ് കമ്പനിയുടെ ആ ട്രക്ക്, ആ ലോറി ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്നതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. മറ്റ് 3 മേഖലകളിലും സാന്നിധ്യമുണ്ടെങ്കിൽ കൂടിയും ഈ മേഖലയിൽ തന്നെയാണ് അത് എന്ന് ഉറപ്പിക്കുന്നതിന് കാരണം അവിടുന്ന് ലഭിച്ച സിഗ്നലിൻ്റെ വ്യാപ്തി അത്ര കണ്ട് വലുതാണ്. അതുകൊണ്ടാണ് അത് അവിടെ തന്നെയെന്നാണ് ഉദ്ദേശിക്കുന്നത്. സിഗ്നൽ മാപ്പിംഗ് പ്രകാരം ഏറെക്കുറെ 3 മീറ്റർ ജലനിരപ്പിൽ നിന്നും 3 മീറ്റർ ആഴത്തിലാണ് ഇത് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ വാഹനത്തിൻ്റെ ഭാഗം 3 മീറ്റർ ആഴത്തിലാണുള്ളത്. ഒരുപക്ഷെ ട്രക്ക് 3 മീറ്റർ ആഴത്തിലാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറയുക വയ്യ. കാരണം ഒരുപക്ഷെ ലോറിയുടെ പിൻഭാഗമാണ് മുകളിൽ നിൽക്കുന്നതെങ്കിൽ ട്രക്ക് ഏറ്റവും അടിയിലേക്കാവും. അങ്ങനെയെങ്കിൽ ലോറിക്ക് ഏറെക്കുറെ ഒരു 5 മീറ്റർ നീളം, അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം. 5 മീറ്റർ നീളമുണ്ടെങ്കിൽ 3ഉം പിന്നീട് 5 മീറ്ററും ചേരുമ്പോൾ 8 മീറ്റർ ആഴത്തിലേക്ക് ട്രക്കിൻ്റെ ക്യാബിൻ ഭാഗം താഴ്ന്ന ഭാഗത്താവാൻ ചാൻസ് ഉണ്ട്. അതേസമയം ഒരുപക്ഷെ കുത്തനെ മുകൾ ഭാഗത്തേക്ക് ക്യാബിൻ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ വെറും 3 മീറ്റർ മാത്രം താഴുമ്പോൾ നമുക്ക് ക്യാബിൻ ഭാഗം ദൃശ്യമാവുകയും അതിനെ ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യാം. ഇതാണ് നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി. അതായത് 3 മീറ്റർ ആഴത്തേക്ക് വെള്ളത്തിലിറങ്ങി ഡൈവ് ചെയ്തുള്ള പരിശോധന സാധ്യമാകുമോ എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. വരുന്ന മിനിറ്റുകളിൽ നിർണായകമാവുന്നു അത് തന്നെയാണ്. നേരത്തെ ഈ മത്സ്യത്തൊഴിലാളികൾ അവർ വലിയ കോൺഫിഡൻസിലാണ്. അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. അവരവിടെ റിസ്ക് എടുത്ത് പരിശോധന നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പരിശോധനയിൽ അവർ ആവർത്തിക്കുന്നത് പോലെ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും ഇപ്പോൾ അവിടെ നടക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ നിർണായകമാവുന്നത് ഈ പരിശോധനയാണ്, ഈ പോയിന്റിലെ പരിശോധനയാണ്. അതുകൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന 4 ഇടങ്ങളിൽ ഏറ്റവും പ്രധാനം CP4 എന്ന് വിളിക്കുന്ന 132 മീറ്റർ കരയിൽ നിന്നും 132 മീറ്റർ അകലെയുള്ള ഈ ഭാഗത്താണ്. 2 സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ടാവാം. ഒരുപക്ഷെ ഈ മൺകൂനിക്ക് സമീപം ഒരു പ്ലാറ്റ്ഫോം താൽക്കാലികമായെങ്കിലും സൃഷ്ടിച്ചുകൊണ്ട് ഒരുപക്ഷെ അവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികളെയോ അല്ലെങ്കിൽ നാവികസേനാംഗങ്ങൾക്കോ ഉള്ളിലേക്ക് പോയി, മുങ്ങൽ വിദഗ്ധർക്ക് ഉള്ളിൽ പോയി അവിടെ നിന്ന് പരിശോധിക്കാൻ അവിടെ ഈ
ക്യാബിനും മറ്റും പരിശോധിക്കാനുള്ള സാഹചര്യം സാധ്യമാവുമെങ്കിൽ അത്തരമൊരു ചാൻസ് ഉണ്ട്. മറ്റൊരു ചാൻസ്, ഈ പറയുന്ന വാഹനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹുക്ക് ഉണ്ടാക്കി അത് കരയിൽ നിന്നും വലിച്ചടിപ്പിക്കാനുള്ള ഒരു ശ്രമം, ഇങ്ങനെ പല സാധ്യതകളും മുന്നിലുണ്ട്. ആ സാധ്യതയെ ഏതാണ് അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് സാധ്യമാവുക എന്നതാവാം ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാവുക. ഒരുപക്ഷെ ഈ വാഹനത്തിൻ്റെ ക്യാബിനിലേക്ക് നേരിട്ടെത്തി പരിശോധന നടത്താൻ കഴിഞ്ഞെങ്കിൽ അവിടെ അർജുൻ ഉണ്ടോ എന്ന പരിശോധനയാവും ആദ്യം അവർ പൂർത്തിയാക്കുക. റൈറ്റ്, ഈ നിലയിലുള്ള പരിശോധനയിലേക്ക് കടക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ മത്സ്യത്തൊഴിലാളികൾ ഈ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും പ്രതികൂലമാകുന്ന കാലാവസ്ഥ. എടുത്തു പറയേണ്ടത് ഈ പുഴയിലെ കുത്തൊഴുക്ക് സംബന്ധിച്ചാണ്. അവിടെ 8 നോട്ട് വരെ, 6 മുതൽ 8 നോട്ട് വരെയുള്ള അളവിലാണ് കുത്തൊഴുക്ക്. 5 നോട്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിലുള്ള ജലത്തിൻ്റെ അതിശക്തമായ ഒഴുക്കാണ്. അപ്പോൾ 8 നോട്ടിലേക്ക് ഉയരുമ്പോൾ അതിൻ്റെ വേഗത എന്നത് അത്ര കൂടുതൽ ആണ്. അവിടെ നിന്നുകൊണ്ട് പരിശോധനകൾ സാധ്യമല്ല എന്നതാണ്. അതേസമയം കുടുംബം, ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയൊക്കെ എത്തുന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിശദാംശങ്ങളുമായി ചേരുന്നത് KS അശ്വതിയാണ്. അശ്വതി, അല്പസമയം മുമ്പ് MK രാഘവൻ MP മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഒപ്പം അവരുടെ കാത്തിരിപ്പിനി എന്തിനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുമ്പോൾ, സംഘങ്ങൾ എത്തുമ്പോഴൊക്കെ ആ കുടുംബം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെ അഭിലാഷ്, എന്തായാലും പ്രതീക്ഷ കൈവിടുന്നില്ല എന്നുള്ളതാണ്. അവർ ഇപ്പോൾ അർജുനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇങ്ങോട്ടേക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുടുംബവും നാട്ടുകാരും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഷിരൂരിൽ പോയ MP ഇങ്ങോട്ടേക്ക് എത്തി. അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുകയായിരുന്നു. KM അഭിജിത്തൊപ്പം ഉണ്ടായിരുന്നു. ഷിരൂരിലെ എല്ലാ തരത്തിലും, ഏത് രീതിയിലും മനുഷ്യനാൽ സാധിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ടോ എന്നും കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നും പൂർണ്ണമായ പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം നേരത്തെ അഭിലാഷ് ചോദിച്ചതുപോലെ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയപ്പോൾ ഒരു പ്രതീക്ഷ കുടുംബത്തിനുണ്ട്. ഓരോ നിമിഷവും അവരുടെ പ്രതീക്ഷ ഓരോരുത്തരിലേക്കും മാറുന്നു എന്നുള്ളതാണ്. സൈന്യം വന്നപ്പോൾ വലിയ പ്രതീക്ഷയോടെ അവർ കാത്തിരുന്നു. അതേസമയം പ്രതികൂല സാഹചര്യം അവിടെ ഉണ്ടായി, പ്രതികൂല കാലാവസ്ഥയുണ്ടായി. അതും അവർ എടുത്തു പറയുന്നുണ്ട്. ആരുടെയും തെറ്റല്ല, തങ്ങളുടെ വിധിയാണിത് എന്നൊക്കെയായിരുന്നു അമ്മ കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എങ്കിൽ പോലും കുറച്ചുകൂടി നേരത്തെ തെരച്ചിൽ നടത്താമായിരുന്നു എന്നുള്ള ഒരു സങ്കടം, പരാതി എന്ന് പറയാൻ വയ്യ, സങ്കടം അവർ നമ്മളോട് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഈ വിഷയത്തിലുമുള്ള പ്രതികരണം അങ്ങനെ തന്നെയാണ്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടുത്തെ ഒഴുക്ക് എങ്ങനെയാണ് എന്നറിയാം, ഒഴുക്കിന്റെ സ്വഭാവം അറിയാം അവർക്ക്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളെ അതിനകത്ത് നിന്ന്, ആ പുഴയിൽ നിന്ന് തന്നെ കണ്ടെടുത്തിട്ടുള്ള ആളുകളാണ് ഈ 8 അംഗ സംഘം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ പ്രതീക്ഷ അവർ വെക്കുന്നുണ്ട്. അവരിറങ്ങി നോക്കുമ്പോൾ അർജുന്റെ ട്രക്ക് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ, ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടാകുമെന്ന മറ്റൊരു പ്രതീക്ഷ. അത്തരത്തിൽ കണ്ണാടിക്കൽ ഗ്രാമം ഉറ്റുനോക്കുകയാണ് ഷിരൂരിലേക്ക്. അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി തന്നെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. നമുക്കറിയാം അർജുന്റെ കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, രക്ഷാപ്രവർത്തകർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് അങ്ങോട്ടേക്ക് കയറിപ്പോകാനുള്ള, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന രക്ഷാപ്രവർത്തകർക്കൊപ്പം നിൽക്കാനുള്ള പാസ് അവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അർജുന്റെ ഒരു സഹോദരൻ ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് അർജുന്റെ ഇളയ സഹോദരൻ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു വലിയ വിഷമം നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നു. കാരണം അതിൽ വളരെ മാനസികമായി നമുക്ക് വിഷമം തോന്നിയൊരു കാര്യം, ഇവിടെ നിന്നും പോയ ആ ആളുടെ കാലിലെ ചെരുപ്പ്, അതായത് അർജുന്റെ അനിയന്റെ ചെരുപ്പ് തിരിച്ചു വന്നപ്പോൾ ഷിരൂരിലെ ചെളിമണ്ണ് പുതഞ്ഞതായിരുന്നു എന്നാണ് ഇവിടുത്തെ അർജുന്റെ ഒരു കസിൻ ബ്രദർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അവന്റെ ചെരുപ്പാണത്. അതായത് അർജുനുമായി മടങ്ങാമെന്ന് കരുതി പോയതാണ്. പക്ഷെ ആ സംഘത്തിൽ നിന്ന് ഇപ്പോൾ 2 പേർ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. പക്ഷെ അർജുന്റെ കുടുംബാംഗങ്ങൾ അവിടെ തന്നെയുണ്ട്. 3 പേർ അവിടെ തുടരുന്നുണ്ട് എന്നാണ്, അമ്മാവനടക്കം അവിടെ തുടരുന്നുണ്ട്. സഹോദരി ഭർത്താവ് അവിടെ തുടരുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള അവിടുത്തെ ചലനങ്ങൾ ഇവിടെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് കുടുംബം. അഭിലാഷ്, കുടുംബവും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഇപ്പോഴും ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ദൗത്യസംഘത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ എത്തുന്ന ഒരു പശ്ചാത്തലം. അതോടുകൂടിയാണ് ഈ ഊർജ്ജസ്വലമായ തരത്തിൽ, അല്ലെങ്കിൽ ഈ നേവി സംഘത്തിന് അവിടെ തെരച്ചിൽ നടത്തുന്നതിന് ചില പരിമിതികൾ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാവീണ്യം ഇവർക്കുണ്ട്. കാരണം ഇവർ നിരന്തരം പുഴയിലും കടലിലും ഒക്കെ
തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ ആണ്. അവർക്ക് കുറച്ചുകൂടി തെരച്ചിൽ ശക്തമാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് കുടുംബം പുലർത്തുന്നത്. വീണ്ടും വിനേഷ് കുമാറിലേക്ക് തന്നെ. വിനേഷ്, ഈ തരത്തിൽ അതായത് കുടുംബം പുലർത്തുന്ന ഒരു കരുതൽ അല്ലെങ്കിൽ പ്രതീക്ഷ അത് എന്നത് ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുമ്പോൾ മറ്റ് സംഘങ്ങളിൽ നിന്ന് നമ്മുടെ സൈനിക വിഭാഗങ്ങൾക്കൊക്കെ കൃത്യമായി പരിശോധനകൾ നടത്തി ഏറ്റവും സുരക്ഷിതമാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് പരിശോധനകൾക്കായി ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ആ പ്രദേശത്തെക്കുറിച്ച് അതോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ഒക്കെ കൂടുതൽ പ്രാവീണ്യം നേടിയിട്ടുള്ള അത് അവരുടെ ജീവിത രീതിയുടെ കൂടി ഭാഗമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. മത്സ്യത്തൊഴിലാളികൾ അവരുടെ തൊഴിൽ മേഖല കൂടിയാണത്. അതുകൊണ്ട് കൂടുതൽ ഈ ദൗത്യസംഘത്തിന് കൂടുതൽ ഊർജ്ജസ്വലമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ. ഈ സംഘം കൂടുതൽ അടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മൺതിട്ട ആ ഭാഗത്താണല്ലോ ഈ 132 മീറ്റർ എന്ന അകലം ലോറി എന്ന് തന്നെ സ്ഥിരീകരിക്കുന്ന ഇടം. വിനേഷ്, ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. അവർ ഈ മൺതിട്ടയുടെ അടുക്കൽ എത്തുന്നു. ഇനി അവർ ഈ മുങ്ങിയുള്ള പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പിലാണോ? അവര് ഇപ്പോൾ ബോട്ടിൽ ആണ് അവിടെ സന്ദർശനം നടത്തി. ആദ്യം ആ പ്രദേശത്തെ കുറിച്ച് അവർക്ക് കൃത്യമായി, അതായത് ആ വെള്ളം നിൽക്കുന്ന അല്ലെങ്കിൽ ആ പുഴയിലും ഒപ്പം തന്നെ അതിന്റെ ആ സ്പോട്ട് ചെയ്തിരിക്കുന്ന ഈ ലോറി സ്പോട്ട് ചെയ്തിരിക്കുന്ന പറയുന്ന സ്ഥലത്തും കൃത്യമായി തന്നെ അവർ ആദ്യഘട്ടം പരിശോധനയാണ് നടത്തുക. പരിശോധന നടത്തിയിട്ട് അവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് അതിന്റെ ഗതി എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷമായിരിക്കും നങ്കൂരമിടുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോവുക. എന്തായാലും അതിനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവർ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. കാരണം അവർ ഇതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ, നിരവധി സ്ഥലങ്ങളിൽ കഴിഞ്ഞ 20 വർഷത്തിനിടെ അവർ 1000-ഓളം മൃതദേഹങ്ങൾ ഒഴിവാക്കി, അല്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല, അത്രയും ഇത് കരയിലെത്തിക്കാൻ അത്രയും അസാധ്യമാണ് എന്ന് വിധി എഴുതിയ സ്ഥലങ്ങളിൽ പോലും അവർ രക്ഷാപ്രവർത്തനം നടത്തി അവിടെ നിന്നെല്ലാം ഇത് എത്തിക്കുകയാണ്, പുറത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഈ ട്രക്ക് ഇപ്പോൾ കിടക്കുന്നത് ഒരു ചെളിയിലാണ്, ചെളിയിൽ പുതഞ്ഞ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെളി കലങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ആളുണ്ടോ എന്നതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് മറികടക്കാൻ കഴിയുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തായാലും നേവിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ കലങ്ങി നിൽക്കുന്ന വെള്ളത്തിലേക്ക് ഡൈവിംഗ് ചെയ്യാൻ ഈ നിലവിലെ ഇത്രയും നോട്ട്സ് വെള്ളത്തിൽ, അതായത് 8 നോട്ട്സോളം അടിയൊഴുക്കുള്ള ഒരു സ്ഥലത്ത് 6.8 ഇന്നത്തെ ഒരു അവസ്ഥ. കാരണം 6.8 നോട്ട്സ് വരെ വെള്ളത്തിൽ അടിയൊഴുക്കുണ്ട്. ഇവിടെ പോവുക എന്നതിൽ ഡൈവ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്, വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അവർക്കിത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം ഇതിന്റെ ഈ ശക്തമായ നീരൊഴുക്ക് തന്നെയാണ്, ശക്തമായ അടിയൊഴുക്ക് തന്നെയാണ് ഇതിന്റെ കാരണം. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളി സംഘം ഇതിലും സങ്കീർണമായ ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളതിന് നമുക്കിനി അടുത്ത ഒരു മണിക്കൂറുകൾ ഇനിയും നമുക്ക് കാത്തു നിൽക്കേണ്ടി വരും. എന്തായാലും അതിനുള്ളൊരു ശ്രമം ഇപ്പോൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് വിനേഷ്, ഈ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഈ മൺതിട്ടയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ഈ കരയിൽ നിന്ന് മണ്ണ് കുത്തിയൊലിച്ച് പുഴയിലേക്ക് എത്തുകയും അവിടെ മൺതിട്ട തന്നെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ മൺതിട്ടയിലേക്ക് ഇപ്പോൾ ഈ ദൗത്യസംഘത്തിന്റെ ഭാഗമായുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ആണ് എത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് ഇറങ്ങി ഇനി പരിശോധിക്കാൻ സാധിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ ആ സംഘത്തിൽ ഉണ്ടായിരുന്ന ആൾ സൂചിപ്പിച്ചതുപോലെ അതിസങ്കീർണമായ തെരച്ചിൽ തന്നെയാണ് നടത്തേണ്ടത്. പ്രത്യേകിച്ച് ഈ മണ്ണിന് ഒപ്പം തന്നെ എന്തെല്ലാം വസ്തുക്കൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്നതൊക്കെ കണ്ടറിയണം. ഒരുപക്ഷെ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഉണ്ടാകാം, നേരത്തെ ഒലിച്ചുപോയ വീടിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാകാം, ഇരുമ്പ് കമ്പികൾ ഉൾപ്പെടെ ഉണ്ടാകാം. അതാണ് മത്സ്യത്തൊഴിലാളികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. കാരണം അത്രമേൽ കലങ്ങി മറിഞ്ഞ വെള്ളം ആണ് ഈ പുഴയിലൂടെ അടക്കം ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കമ്പികൾ ഒക്കെ നീണ്ടു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് വളരെ പെട്ടെന്ന് കാണാൻ ഇവർക്ക് സാധിക്കില്ല. അത് വലിയ അപകടമൊക്കെ ക്ഷണിച്ചു വരുത്തുവാനുള്ള സാധ്യതയുമുണ്ട്. കുറച്ചുകൂടി തെളിഞ്ഞ വെള്ളമായിരുന്നുവെങ്കിൽ
എത്ര ഒഴുക്കുണ്ട് എങ്കിൽ പോലും, എത്ര ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് എങ്കിൽ പോലും തങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായി ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രമേൽ കലങ്ങി മറിഞ്ഞ ജലം തന്നെയാണ്. അതായത് ഇതിൽ മുങ്ങിത്താണ് പരിശോധിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു പ്രതലത്തിൽ എന്ത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല വെള്ളത്തിനടിയിൽ. അത്രമേൽ കലങ്ങി മറിഞ്ഞ വെള്ളമാണ് ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളത്തിനടിയിലേക്കാണ് ഈ സംഘത്തിൽപ്പെട്ടവർ ഇറങ്ങാൻ ശ്രമിക്കുന്നത്. നേവിയെ സംബന്ധിച്ചിടത്തോളം നേവിക്ക് ആ ചട്ടക്കൂടുകൾ ലംഘിച്ചുകൊണ്ട്, അതായത് കൃത്യമായ സുരക്ഷാ സാഹചര്യങ്ങളില്ല എന്ന് വിലയിരുത്തപ്പെട്ടാൽ തീർച്ചയായും അവർക്ക് ഡൈവിങ്ങിന് സാധ്യമാകുന്ന സാഹചര്യമല്ല ഉള്ളത്. അതേസമയം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ പ്രാവീണ്യം നേടിയവർ ആണ്. പരിചയ സമ്പത്ത് അവർക്കുണ്ട്. 1000-ലധികം പേരെയൊക്കെ ഇത്തരത്തിൽ മൃതദേഹങ്ങളായും അല്ലാതെയുമൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് എന്ന് ആ സംഘത്തിൽപ്പെട്ടവർ തന്നെ പറയുന്നത് നമ്മൾ നേരത്തെ കേട്ടതാണ്. അതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. ഏറ്റവും പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ പോലും കടലിൽ നിന്ന് അടക്കം തീരത്തെത്താനുള്ള പ്രാവീണ്യം അവർക്കുണ്ട്. അത് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ അറിയേണ്ടത്. ദൗത്യസംഘം ഈ മൺതിട്ടയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ മൺതിട്ടയിൽ എത്തിയതിനു ശേഷം അവർ രക്ഷാദൗത്യം തുടരാൻ പറ്റുന്ന സാഹചര്യം ആണോ എന്നുള്ളത് നിരീക്ഷിച്ചു വരികയാണ്. നേരത്തെ എത്തിയ സംഘം അതിൽ പ്രാദേശികമായ മത്സ്യത്തൊഴിലാളികൾ കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ പുഴ ചെന്ന് ചേരുന്നത് ആ കടലിലേക്കാണ് എന്നത് നമുക്കറിയാം. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അങ്ങനെയുള്ള ഭാഗത്തൊക്കെ മത്സ്യബന്ധനം നടത്തുന്നവർ ആണ് ഇവർ എന്നത് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷയ്ക്ക് ഇടം നൽകുന്നത്. അപ്പോഴും പൂർണ്ണമായും അവർ പറയുന്നില്ല. കാരണം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ ജലം ആണ് ഒഴുകുന്നത്, വെള്ളമാണ് പുഴയിലുള്ളത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂടുതലാണ്. എന്തൊക്കെയാണ് അടിഞ്ഞുകൂടിയിട്ടുള്ളത് എന്നതിലും വ്യക്തതക്കുറവുണ്ട്. അതുകൊണ്ട് ഈ ഡൈവിംഗ് സംഘം നേരിടുന്ന അതേ പ്രതിസന്ധി തന്നെയാണ് മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരം പ്രതികൂലമായ സാഹചര്യത്തിലും തെരച്ചിൽ നടത്തും എന്ന് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ഇന്ന് തന്നെ സാധ്യമാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. കൃത്യമായി സ്പോട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അടയാളപ്പെടുത്തി നൽകിയിട്ടുണ്ട് എന്നും ആ സ്പോട്ടിൽ തന്നെ പരിശോധന നടത്തുക എന്നും മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നൽകുന്ന റിപ്പോർട്ടുകൾ, അതായത് നേരത്തെ ജില്ലാ കളക്ടർ പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരുന്നു. അല്പസമയം മുമ്പ് MK രാഘവൻ പ്രതികരിച്ചിരുന്നു. അവരൊക്കെ ഇക്കാര്യങ്ങളാണ്, അതായത് സാധ്യമായ എല്ലാ സാധ്യതകളും തേടുന്നു എന്നത് തന്നെയാണ്. വിനേഷ്, ഇനി അറിയേണ്ടത് ഈ മൺതിട്ടയിൽ നിന്ന് അവർക്ക് ആഴങ്ങളിലേക്ക് മുങ്ങിത്തപ്പാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ, അത് അവർക്ക് മാത്രമേ അറിയൂ എങ്കിൽ പോലും അതിനുള്ള ശ്രമമാണല്ലോ നടക്കുന്നത്? അതെ, നമ്മൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. അതായത് കാര്യങ്ങൾ മുകളിൽ ഈ മൺകൂനയാണ്, താഴെ വെള്ളത്തിന്റെ അടിയൊഴുക്കുമാണ്. ഇത്രയും സങ്കീർണമായ ഒരു പ്രശ്നമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് കാരണം ഇത് അത്രയും പരിശീലനം സിദ്ധിച്ച നേവിക്ക് പോലും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. അവർ പോലും ഇതിൽ നിസ്സഹാരായി നോക്കി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് എങ്ങനെ ഈ പരമ്പരാഗതമായ രീതിയിൽ ഇവർക്ക് ഇതിനകത്തേക്ക് ഈ വെള്ളത്തിനടിയിലേക്ക്, കാരണം മുകളിലെ മൺകൂന അങ്ങനെ നിൽക്കുന്നു, അതിന് ഇടയിലാണ് ഈ ലോറി ഉള്ളത്. ലോറി ചെളിയിൽ പുതഞ്ഞ് ഇരിക്കുകയാണ്. ഈ ലോറി എങ്ങനെ ഇതിൽ നിന്ന് കണ്ടെത്തും എന്നുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ അതൊരു വെല്ലുവിളി ഉയർത്തുകയാണ് യഥാർത്ഥത്തിൽ. നമുക്ക് അത് എന്തായാലും ഇവർ ഇപ്പോൾ ഈ സ്ഥലത്ത് മൺകൂന കണ്ടിരിക്കുന്നു, അവരവിടെ ബോട്ടിലെത്തുന്നു, അതിനെക്കുറിച്ച് കൃത്യമായി തന്നെ അവിടെ സ്റ്റഡി നടത്തിയിരിക്കുന്നു. എന്തായാലും ഇനി നങ്കൂരമിടാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എന്തായാലും അല്പസമയത്തിനകം തന്നെ ലഭ്യമാവും. അവർക്കത് നങ്കൂരമിടാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും അതിന്റെ ഒരു നീക്കങ്ങളായിരിക്കും ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാവുക. അഭിലാഷ്, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന സംഘം തന്നെയാണ് ഇപ്പോൾ മൺകൂനയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി അവിടെ നിന്നുകൊണ്ട് കൃത്യമായി മോണിറ്റർ ചെയ്ത് സാഹചര്യം വിലയിരുത്തേണ്ടതുണ്ട്. അതീവ സങ്കീർണമായ രക്ഷാദൗത്യം തന്നെയാണ് നടക്കുന്നത്. തെരച്ചിൽ ആണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ പുഴയ്ക്ക് നടുവിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യങ്ങൾ ആണ്. അതായത് മൺതിട്ടയ്ക്ക് മുകളിലെ ആകാശ ദൃശ്യം ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഈ ദൗത്യസംഘം മൺതിട്ടയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്.
ഈ കരയിൽ നിന്ന് ഈ സംഘം അവിടെ എത്തുന്നത് തന്നെ അതീവ റിസ്ക്കാണ്. നമുക്ക് ഒരു ഭാഗത്ത് പുഴ കുത്തി ഒലിച്ച് ഒഴുകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രമേൽ ശക്തമായ ഒഴുക്കാണ്. ആ ഒഴുക്കിനെ മറികടന്നുകൊണ്ട് വേണം മറുകര പോലെ രൂപപ്പെട്ടിട്ടുള്ള തിട്ട, ആ തിട്ട ഏതാണ്ട് 130 മീറ്റർ ദൂരത്തിലൊക്കെയാണ് ഉള്ളത്. അത് തന്നെ ഒരു പുഴയുടെ വീതിക്ക് സമാനമാണ്. കേരളത്തിലൂടെയൊക്കെ ഒഴുകുന്ന പുഴകളുടെ വീതിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത്രയും ചെറിയ പുഴകളാണ് എങ്കിൽ ഗംഗാവലി എന്നത് 500 മീറ്റർ വരെയൊക്കെ 400 മീറ്ററിന് മുകളിൽ പോലും ജലനിരപ്പ് ഉയരുമ്പോൾ വീതിയുണ്ടാകുന്ന വലിയ പുഴയാണ് ഒഴുകുന്നത്. ആ പുഴയിലെ രൂപപ്പെട്ട മൺതിട്ടയിലേക്ക് ഇപ്പോൾ രക്ഷാദൗത്യം നടത്തുന്ന ആ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ആ സംഘത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ആണ് ഉള്ളത്. ഈ സംഘം ഇനി സ്പോട്ട് ചെയ്തപ്പെട്ട, അതായത് നേരത്തെ ദൗത്യസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിദഗ്ധർ സ്പോട്ട് ചെയ്ത് നൽകിയിട്ടുള്ള 4 ഇടങ്ങളുണ്ട്. അതിൽ 4ാമത്തെ സ്പോട്ട് ആണ് അർജുൻ്റെ ലോറി എന്നത്. ആ ലോറിയുടെ പൊസിഷൻ എങ്ങനെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ലോറി തലകുത്തി നിൽക്കുന്ന സാഹചര്യം ആണുള്ളത് എന്ന സ്പോട്ടിങ്ങിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. റഡാർ പരിശോധന, മറ്റ് സിഗ്നൽ സമ്പ്രദായങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പക്ഷേ അതിൻ്റെ ക്യാബിൻ ആണോ ഏറ്റവും താഴെ ഉള്ളത്, ക്യാബിൻ മുകളിലാണോ എന്നതിൽ ക്ലാരിറ്റി വന്നിട്ടില്ല, വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ ക്യാബിൻ മുകളിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകും കാര്യങ്ങൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം താഴെയെങ്കിൽ കൂടുതൽ താഴ്ചയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഈ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. വിദഗ്ധ സംഘത്തോടൊപ്പം മത്സ്യത്തൊഴിലാളികളും ഉണ്ട്. അവർ അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. അവർക്ക് ഇനി മുങ്ങൽ എന്നത് സാധ്യമാകുമോ, ആഴങ്ങളിലേക്ക് മുങ്ങി പരിശോധന നടത്താൻ സാധ്യമാകുമോ എന്നതാണ് അറിയേണ്ടത്. അതിനുള്ള ശ്രമം എന്തായാലും നടക്കുന്നുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. പക്ഷേ കുത്തിയൊലിച്ചൊഴുകുന്ന ഒരു പുഴ, ആ പുഴയിൽ ഒരുപാട് മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട്. ആ മണ്ണിനുള്ളിൽ മറ്റു പല സാധനങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് ആ സംഘത്തിൽപ്പെട്ടവർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇരുമ്പ് കമ്പികൾ പോലെയുള്ള അപകടം സംഭവിച്ചേക്കാവുന്ന സാധനങ്ങൾ അടക്കം ഉണ്ടാകാം, മരക്കഷ്ണങ്ങൾ ഉണ്ടാകാം, മരത്തടികൾ ഉണ്ടാകാം. അത് അപകടകരമായ രീതിയിലൊക്കെ ആകാം ആ മൺതിട്ടയിൽ ഉള്ളത്. ഇതെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ദൗത്യസംഘത്തിന് കൃത്യമായൊരു പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ദൗത്യസംഘം കൂടുതൽ വിപുലീകരിക്കുകയും പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ അടക്കം ഈ സംഘത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തതോടെ പ്രതീക്ഷ കൂടുകയാണ്. അർജുനെ കണ്ടെത്താൻ സാധിക്കും. അർജുൻ്റെ ലോറിക്കടുത്തേക്ക് ഈ സംഘത്തിനെത്താൻ